അങ്ങനെ നമ്മൾ പെരക്കെത്തുമ്പോൾ കുറേ ലേറ്റായിന്. അപ്പം നമ്മൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത്. വരുമ്പം നമ്മൾ ചിക്കനും പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് വന്നതാണ്. നമ്മൾ വിചാരിച്ചിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അതിന് അരി വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടാണുള്ളത്. ഇതെന്ത് മീനെന്ന് അറിയില്ല, മാർക്കറ്റ് കണ്ടിട്ടാകുമ്പോൾ വാങ്ങിയതാണ്. ഈ മീനിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. മീൻ നേരെ കാണിച്ചു കൊടുത്ത കാണിച്ചു കൊടുത്ത ഈ മീനിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണം. അങ്ങനെ വന്നിട്ട് നോക്കുമ്പം എൻ്റെ അനിയത്തി നല്ല വെളുത്തുള്ളി മുളക്, ഇത് വെളുത്തുള്ളി മുളക് കൂട്ടിയിട്ടുള്ളൊരു കറിയാണ്. ഇത് ആൻറ്റിയും അനിയത്തിൻ്റെ എല്ലാം സ്പെഷ്യലായ ഒരൈറ്റമാണ്. എൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ ഇടും ഒരു ദിവസം. പിന്നെ ഒന്നിച്ച് ചിക്കൻ ഫ്രൈയും ഉണ്ട്. നമുക്ക് ചോറ് കണ്ടിട്ട് വെയ്ക്കാൻ വിചാരിച്ചിട്ട് കഴിയുന്നില്ല. ചോറ് ഇപ്പോൾ വെയ്ക്കണ്ട വിചാരിച്ചത്. അപ്പം ഞാൻ ഇതൊന്ന് കുറച്ച് ഈ ചട്ടിയിൽ പെരക്കിയിട്ട് ബേക്കുന്നുള്ളതാണ്. ഇങ്ങനെ ബേക്കാൻ എനിക്ക് എന്തോരം ഇഷ്ടമാണ് ഗേസ്. ഇങ്ങനത്തെ ഈ വെളുത്തുള്ളി മുളക് നമ്മളെ ഫേവററ്റ് ആയ ഒരു കറിയാണ്. ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയുടെ മുറിച്ച് വെച്ചിട്ടാണുള്ളത്. ചിക്കനിടെ മസാല വരക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ ഇങ്ങനെ കച്ചറായിട്ടാണുള്ളത് ഗേസ്. എല്ലാം ഫ്രൈഡ് റൈസ് എല്ലാം ആയിട്ട് വേണം നമുക്ക് ഇതിനെ ക്ലീൻ ആക്കാൻ. ഇതിലേക്കുള്ള ചിക്കന് ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പകുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മോനിക്ക് പിന്നെ ബോക്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഡാൻസും കളിയൊന്നും പറയണ്ട. ഇതെന്നെ അനിയത്തിൻ്റെ കുഞ്ഞാണ്. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലിയെല്ലാം ഇവിടെ റെഡിയായി. 11 മണിയായിനപ്പോഴത്തേക്ക് ടൈം. പിള്ളേരെല്ലാം തിന്നിട്ട് ഉറങ്ങി. ഈ കുഞ്ഞിക്കുട്ടനും ഈ കുഞ്ഞിക്കുട്ടി ഉറങ്ങിയിട്ടില്ല. ഇവർ രണ്ടാളും ഫുഡ് കഴിക്കുന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. അങ്ങനെ നമ്മൾ പെരക്കെത്തുമ്പോൾ കുറേ ലേറ്റായിന്. അപ്പം നമ്മൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത്. വരുമ്പം നമ്മൾ ചിക്കനും പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് വന്നതാണ്. നമ്മൾ വിചാരിച്ചിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അതിന് അരി വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടാണുള്ളത്. ഇതെന്ത് മീനെന്ന് അറിയില്ല, മാർക്കറ്റ് കണ്ടിട്ടാകുമ്പോൾ വാങ്ങിയതാണ്. ഈ മീനിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. മീൻ നേരെ കാണിച്ചു കൊടുത്ത